എന്തോ ഇല്ല ഇതൊന്നും ഇല്ല, അത് വേണ്ടാന്ന് പറഞ്ഞു. മറ്റേ അലമാരി, കബോർഡ് ഒരു അലമാരിയാണ്. തീരുമാനിക്കാം, തീരണം. അതേപോലെ അത് വയ്ക്കാൻ ഒരു ആണി അടിച്ച് വയ്ക്കാവുന്ന കാര്യമില്ലേ ഉള്ളൂ. അതാണ് ഇവിടെ വെച്ചാലും പോയി, ഇവിടെ ഇങ്ങനെ അത് ഇവിടെ വെച്ചാൽ പോലും അത് വയ്ക്കാം. അതേപോലെ ക്ലോക്ക് ഇല്ലയാ, ക്ലോക്കും പിന്നെ കലണ്ടറും തൂക്കാനും അതൊക്കെ ഫിറ്റ് ചെയ്യാന്നേ ഉള്ളൂ അല്ലേ. പിന്നെ ഒരു തൊട്ടില് ഇവിടെ അത് വയറിങ്ങിൻ്റെ ഒരു കമ്പി വെക്കണമെന്ന് പറയുന്നത്. ഇവിടെ ഒരു തൊട്ടില് കൊച്ചു കൊച്ചൊക്കെ വരുമ്പോൾ മാറ്റി വെക്കാൻ ഈ സൗകര്യം അനുസരിച്ച് ഇവിടെ ഹാള് വീട് വെച്ച് പാല് കാച്ച് കഴിഞ്ഞു. പിന്നെ കോട്ടയം ഇപ്പൊ ജോലി ഇവിടെ ഇവിടെ കുറ്റിച്ച്. ഞാൻ സൈഡ് മാത്രമേ കൊടുത്തുള്ളൂ, എന്റെ ഫുള്ളായിരുന്നു 35. എത്ര സ്ക്വയർ ഫീറ്റ് കുറവാണ്, പക്ഷെ വീട് ഇച്ചിരി ഒരു നോർമൽ വീടല്ല, അങ്ങനെ ഫുള്ള് തുറന്നെടുക്കും. അടുക്കളയും പിന്നെ ഭിത്തികൾ കുറവായിട്ടാ, ഫുള്ള് ഓപ്പണാ, ഗ്രില്ലിട്ടേക്കോ ഫുള്ള്. അവിടെ പൈപ്പ് വെച്ചാണോ? അത് ആദ്യം തെളിച്ചായിരുന്നല്ലോ, പിന്നെ കാട് കയറിയാണ് പൈപ്പ് മീറ്റർ കൊടുത്തതെല്ലാം കാട്. കിണർ അവിടെ പൈപ്പ് നേരത്തെ വെച്ചതാണോ? ഇവിടെ വെള്ളം വേണമല്ലോ വീട് പണിക്ക്. കറണ്ട് പൈപ്പ് ആദ്യം എടുക്കും ഇവിടെ നമ്മളെല്ലാവരും. ഈ വെള്ളം ഇപ്പൊ ഇവിടുന്ന് വരും, പഞ്ചായത്ത് ആദ്യം പൈപ്പും കറണ്ടും. ആദ്യം കിണർ കുത്തും, കിണറിന്റെ അവർക്ക് കൊറേ കാട് വെട്ടി തെളിച്ചാലേ അല്ല മുറ്റത്ത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? മുറ്റത്ത് നമ്മള് ചെടികളൊക്കെ ഉണ്ടേ ഉള്ളു. അത് താമസമായിട്ട് പതുക്കെ എങ്ങനെയാണെന്നുള്ള വെള്ളം കയറും, മഴ പെയ്താൽ വെള്ളമേ ഈ പോലിച്ചിറങ്ങുന്നുണ്ട്, അന്നേരം വെള്ളം കെട്ടിയിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്തില്ലെങ്കിലേ പുള്ളി ഏതില്ലേലും ഒന്ന് നടപ്പാതെ പോലെ 4 വശമേ ഒന്ന് ചെയ്യണം. അവിടെ ചെയ്താലും അത് കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഈ വയലിന് ആള് വന്നോ? വെള്ളം കൊള്ളി വയലിന് പേരപ്പൻ്റെ വയല് കൊടുക്കണം. ഇനി ഏത് കൊടുക്കുന്നേ? പേരപ്പൻ ഏതാ വയല് കൊടുക്കുന്നേ? ഇനി മേലോട്ടൊരു വയല് കിടക്കണം 21 സെന്റ്. അല്ല ഞാൻ ചോദിച്ചത് 21 സെന്റ് വയലേത്? അല്ല ഇവിടെ നമുക്കുണ്ട്, ഈ പുരയിടത്തിനോട് ചേർന്ന്. ഇവിടെ ഇതിനോട് ചേർന്ന് നമ്മളെ ചെത്തിയത് ഇത് അങ്ങ് റോഡ് സൈഡ്. നമ്മളങ്ങോട്ട് നിങ്ങളുടെ അവിടെ മറ്റേ ഇളയ നിങ്ങളുടെ നാത്തൂരിന്റെ വയലിന്റെ ഇടയ്ക്ക് അത് പോറ്റ പിടിച്ച് കളയും. അവരിപ്പോ കിളച്ച് കഴിഞ്ഞ അതിന്റെ ഭാഗ്യം ഇടയ്ക്ക് കിടക്കുന്നത് 21 സെന്റ് കൊടുക്കണം. ആള് വന്നോണ്ട് ചെയ്യാന്നാലേ അപ്പോൾ ചെളി മാത്രമുണ്ട്. അല്ല നമുക്കും വയൽ ഏതാണ്ട് കൊടുക്കുന്നു വെള്ളം കളി കൊടുക്കണം. അത് സർവേ എല്ലാം ഉണ്ട്. അപ്പൊ അത് 4 ഇനി കൊടുക്കണം. കാരണം 4 സെന്റ്
4 എന്ന് പറയുമ്പോ എത്ര? ഒരു പറ 26 സെന്റല്ലേ? 12 സെന്റ്. 12 ഉം. ഒരു പറ. ഉം. അപ്പോൾ 12 25 അപ്പോൾ 50 സെന്റ് ഇമ്പോർട്ടൻ്റ്. 12 25 48 സെന്റ്. ഇവിടെ എല്ലാം മറ്റേ ലൈറ്റ് 48 14 സെന്റ്. എല്ലാ ലൈറ്റാണല്ല മൊത്തം. അല്ല, അതായാലും മതി. 4 ലൈറ്റ് അല്ലേ? ഫുള്ള് അത് ലൈറ്റ് നല്ല അടിപൊളി വീടെല്ലാം എപ്പോഴും നമ്മളെ മനസ്സെല്ലാം പ്രകാശിച്ച് അതുപോലെ വീട് നല്ല പ്രകാശമാണ്. എല്ലാ ലൈറ്റാണ് ഇവിടെ ഈ ടൈൽ ഇത് ഗ്രാനൈറ്റ് ഇടുന്നുണ്ടോ ഈ സൈഡ്? കൂടാന്ന് വിടൂല്ല. ഇല്ലേ? ഗ്രാനൈറ്റ് അതെ ചോദിച്ചത്. ഇവിടെ എല്ലാം ഇടുമ്പോ അവിടെ മാത്രം ഇപ്പൊ തറ അങ്ങോട്ട് ഇടണമല്ലോ. ഇടുമ്പോ ആ സ്റ്റെപ്പ് കൊടുത്ത് ഇപ്പൊ ഇതൊക്കെ ഗ്രാനൈറ്റ് ഇടും. സ്റ്റെപ്പൊക്കെ ഇത് സൈഡൊക്കെ കൊട്ടിട്ട് അവിടെ ലൈറ്റ് ഇല്ലേ? ഉണ്ടോ? താല്പര്യമില്ല കേട്ടോ ലൈറ്റിനോട്. ഓൾറെഡി വീട് അങ്ങ് മൊത്തം തുറന്നു കിടക്കും. ഓ അവിടെ അങ്ങനെ വലിയ താല്പര്യം അല്ല പൊതുവെ അങ്ങോട്ട് ആൾക്കാർ ഇതുപോലെ നമ്മളിവിടെ ലൈറ്റ് ഉള്ളവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ബാക്കിയുള്ളവരെന്ന് വെച്ചിട്ട് വ്യത്യസ്തമായിട്ട് വെച്ചതാ. വൈഫിന്റെ ഐഡിയ ഫുൾ ലൈറ്റ്. ഫുള്ള് നല്ല വെളിച്ച പ്രകാശമുണ്ട്. ഈ ഞങ്ങള് ജാളിയില്ല. ഇവർ ഞങ്ങൾക്ക് ഇങ്ങനെ കയറി ചെല്ലുന്ന ഭിത്തി എന്ന് പറഞ്ഞാൽ ജാളിയാ ഫുള്ള്. ഓ ഫുള്ള് ജാളിയാ. വെറൈറ്റി ആയിട്ട് വെച്ചതാ. മൊത്തം വൈഫിന്റെ കൺസെപ്റ്റ് അത്. വൈഫ് പണിയാ എന്താ പണി? ടെക്നോ പറയില്ല. നമ്മൾ ഇത്ര കൊടുത്താ? ആ അപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഒരു 1.5 കൊല്ലം കൊണ്ട് എവിടെ താമസിക്കുന്നത്? കുറ്റിച്ചില്ല. ബാങ്കില് എന്നിട്ട് ഇടയ്ക്കൊക്കെ അല്ല താമസിക്കാൻ അവിടെ കുട്ടിച്ചില്ല തന്നെ. ബാങ്കിനകത്താ? ബാങ്കിനടുത്ത് അടുത്ത് തന്നെ. ജംഗ്ഷന് കാട്ടാക്കട എനിക്കറിയാം കുട്ടിച്ചില്ല. അവൻ ഇന്നലെ ഞാൻ വഴി പോയി. ഇപ്പൊ വീട് വെച്ചത് കോട്ടയത്ത്. കോട്ടയത്ത്, എന്റെ അനിയത്തിയുടെ മോനെ. അപ്പൊ അനിയത്തിയും ഭർത്താവും കോട്ടയത്താണ്. അവരൊക്കെ അവിടെ ഉണ്ട്. ഉണ്ട്. എന്നിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും. ഇവരിപ്പോ അവിടെ ജോലി ഇവിടെ ആയതുകൊണ്ടേ ഉം.